CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമാണ് നമ്മോടൊപ്പമുള്ളത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDF വലിയ ഭൂരിപക്ഷം നേടിയിരുന്നു. അത് ആവർത്തിക്കുമോ ഈ പ്രാവശ്യം? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്താൻ നമ്മുടെ ജില്ലയിലെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും വീട് കൊടുക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഗവൺമെൻറ്റാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്. പഞ്ചായത്തുകൾ വഴിയാണ് ഈ വീടുകളെല്ലാം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത, എല്ലാവർക്കും വൈദ്യുതി നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ പട്ടിണി കിടക്കുന്നവർ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കേരളം. രാജ്യത്ത് അങ്ങനെ ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നത് തീർച്ചയായിട്ടും വോട്ടർമാരെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്താൻ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ എത്ര എണ്ണം വരെ LDF നേടും? LDF ഇപ്പം 33 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിൽ നേടിയിട്ടുള്ളത്. ഞങ്ങളത് 40-ന് മുകളിൽ ഗ്രാമപഞ്ചായത്ത് ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ നിലനിർത്തും. മുനിസിപ്പാലിറ്റി പന്തളം തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതോടൊപ്പം തന്നെ 4 മുനിസിപ്പാലിറ്റികളും ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളും കഴിഞ്ഞ തവണ ഇടയ്ക്ക് 8ഉം LDFിൽ വന്നതാണ്. പിന്നെ കാലുമാറ്റത്തെ തുടർന്നാണ് 2 പോയത്. അത് 8 എണ്ണവും വീണ്ടും നിലനിർത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജില്ലയാണ് പത്തനംതിട്ട. ആ ഒരു വിഷയം UDFന് ക്ഷീണമാകുമെന്ന് കരുതുന്നുണ്ടോ ജില്ലയിൽ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വലിയ ജനവികാരം ആളിക്കത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥികളാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെറുക്കുന്ന സ്ഥാനാർത്ഥികളായി പല UDF സ്ഥാനാർത്ഥികളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം LDFന് ക്ഷീണമാകുമോ? ഇപ്പം നമുക്കറിയാം, ഗുരുവായൂരിലെ തിരുവാഭരണം മോഷണം പോയത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ശബരിമലയുടെ കാര്യത്തിൽ മുഖം നോക്കാതെ ഇത്ര ശക്തമായ ഒരു നടപടി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട കാര്യം. പാർട്ടിയിലെ എത്ര പ്രമുഖനാണെങ്കിലും, പാർട്ടിക്ക് അപ്പുറമുള്ള പ്രമുഖന്മാരാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വിജയം, LDFിൻ്റെ വിജയം പത്തനംതിട്ട ജില്ലയിലേത്, അത് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.